നമസ്കാരം. വാരാഹി ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മേട വിഷുപ്പുലരി കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരാകാംക്ഷയും പ്രതീക്ഷയും വന്ന് നിറയുകയാണ്. നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ഇത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉദിക്കുന്ന ചോദ്യമാണ്. സ്വന്തം ജോലിയിൽ എന്ത് സംഭവിക്കും, എന്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, നല്ലതെന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ എല്ലാവർക്കും അറിയണം. ജോലി നന്നായിരുന്നാലേ നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ടാവുകയുള്ളൂ. അപ്പോഴേ നിങ്ങളുടെ ചുറ്റുവട്ടമുള്ളവരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ നിങ്ങൾക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് 12 രാശികളിൽ നിന്ന് ഗൃഹസ്ഥിതിയുടെ വിശകലനത്തിന് ശേഷം തിരഞ്ഞെടുത്ത വളരെ പ്രധാനമായ 8 രാശികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു തരാം. 2026 ഈ 8 രാശിക്കാർക്ക് ജോലിയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ വിവരങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2026 ഏറ്റവും വലിയ മാറ്റങ്ങൾ കാത്തിരിക്കുന്ന രാശികളിൽ ഒന്നാണ് മേടം രാശി. ജ്യോതിഷപരമായ ചില കാരണങ്ങളാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് നിലവിൽ മേടം രാശിക്കാരുടെ ഗൃഹസ്ഥിതിയിൽ ശനി നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഇതിനർത്ഥം ഇവർക്കിപ്പോൾ 7.5 ശനിയുടെ കാലഘട്ടമാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ 7.5 ശനി തടസ്സങ്ങൾ നിറഞ്ഞ സമയമാണെങ്കിലും വരാനിരിക്കുന്ന ചില ഗ്രഹനിലകൾ ഈ ദോഷത്തെ മറികടക്കാൻ സഹായിക്കും. 2026 ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിലിരുന്ന് 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യാൻ തുടങ്ങും. 10ാം ഭാവം എന്നത് ഒരാളുടെ തൊഴിലിനെ സൂചിപ്പിക്കുന്ന ഇടമാണ്. വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി നിങ്ങളുടെ ജോലിയിൽ വലിയ പുരോഗതി കൊണ്ടുവരും. ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറാനും സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ നിങ്ങളെ പുതിയ ഉത്തരവാദിത്വങ്ങൾ നേടിയെത്തും. സ്വാഭാവികമായും ജോലിഭാരവും തിരക്കും വർദ്ധിക്കാൻ ഇടയാകും. എങ്കിലും ഈ തിരക്കുകളിൽ തളരാതെ ലഭിക്കുന്ന പുതിയ ചുമതലകൾ കൃത്യമായി നിറവേറ്റിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ ജൂൺ 2-ന് ശേഷമുള്ള മാസങ്ങളും ഒക്ടോബർ 31-ന് ശേഷമുള്ള സമയവും ജോലിയിൽ വലിയ നേട്ടങ്ങളും സ്ഥാനക്കയറ്റവും ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അടുത്തത് ഇടവം രാശിയാണ്. ഇടവക്കാർക്ക് ഈ വർഷം ഒരു രാജയോഗത്തിന് തുല്യമായ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. നിലവിൽ ശനി ഇവരുടെ രാശിയുടെ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ ഈ സമയമുണ്ടാകും. കൂടാതെ നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയോ അല്ലെങ്കിൽ കണ്ടകശനിയോ പോലുള്ള ദോഷങ്ങൾ ഒന്നുമില്ല എന്നത് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് രാഹുവിൻ്റെ സ്ഥാനം. 10ാം ഭാവം കരിയറിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. രാഹുവിൻ്റെ ഈ മാറ്റം ജോലിയിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകളും പുതിയ അവസരങ്ങളും നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചു തരും. 2025 മാർച്ചിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രകടമായില്ലെങ്കിൽ തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. 2026-ൽ ഉറപ്പായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമുണ്ടാകും. അത്രത്തോളം ശക്തമായ ഗ്രഹനിലയിലേക്കാണ് ഈ വർഷം ഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടും. അതിനാൽ പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവരോ പ്രമോഷൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതായുണ്ട്. ചുരുക്കത്തിൽ കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തന്നെ ഇടവം രാശിക്കാർക്ക് 2026 വഴിയൊരുക്കുന്നതായിരിക്കും. അടുത്തത് മിഥുനം രാശിക്കാർക്കാണ്. മിഥുനം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്കൊരു പരിഹാരമാകുന്ന വർഷമായിരിക്കും 2026 എന്നത്. 2025-ൽ നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ സംബന്ധമായും വ്യക്തിപരമായും ഒരുപാട് ഉയർച്ച താഴ്ചകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഭാഗ്യത്തിന് തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ പകുതി വഴിയിൽ വെച്ച് കാര്യങ്ങൾ മുടങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ 2026 ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്തും.
ശനി നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മിഥുനം രാശിക്കാരുടെ ജോലിയിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും. 2026 തുടക്കം മുതൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പതിയെ പുരോഗതി കണ്ടു തുടങ്ങും. കരിയറിൽ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ കൈവരിക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കുകയും ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറോ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷം അനുകൂലമായ മാറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ ഏറെയുള്ള ഒരു രാശിയാണ് മിഥുനം രാശിക്കാർ. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർഹമായ ഫലം ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ ജൂൺ പകുതിയോടെ മികച്ച ലാഭവും പുതിയ ഇടപാടുകളും നിങ്ങളെ തേടിയെത്തും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജൂൺ പകുതിക്ക് ശേഷമുള്ള സമയം വളരെ അനുയോജ്യമാണ്. ചുരുക്കത്തിൽ 2025 തടസ്സങ്ങൾ മാറി 26 മിഥുനം രാശിക്കാർക്ക് കരിയറിൽ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. 2026 തുലാം രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിലും വലിയ ആശ്വാസവും പുരോഗതിയും നൽകുന്ന വർഷമായിരിക്കും. നിലവിൽ ശനി നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷപ്രകാരം 6ാം ഭാവം എന്നത് രോഗങ്ങൾ, കടബാധ്യതകൾ, ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. ശനിയുടെ ഈ സ്ഥാനം കാരണം ഏറെക്കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മേൽ വിജയം നേടുവാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഗ്രഹനില അനുകൂലമാണെങ്കിലും 2 കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് നിങ്ങളുടെ സംസാരമാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. രണ്ടാമത്തേത് ക്ഷമയാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ അതീവ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ പൂർണ്ണമായ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറിൽ വലിയൊരു മാറ്റം ഈ വർഷം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ജൂലൈ മാസം വരെയുള്ള കാലയളവ് നിങ്ങൾക്ക് വളരെ നിർണായകവുമാണ്. ഈ സമയത്ത് ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനോ നിങ്ങളെക്കൊണ്ട് തീർച്ചയായും സാധിക്കും. മൊത്തത്തിൽ നോക്കിയാൽ 2026 എന്നത് തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വർഷം തന്നെയാണ്. മുൻപ് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ചുരുക്കത്തിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും അല്പം നിയന്ത്രണം പാലിച്ചാൽ 2026 എന്നത് തുലാം രാശിക്കാർക്ക് വലിയ ഉയർച്ചകൾ സമ്മാനിക്കുന്നതായിരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ജോലിയിൽ കഴിഞ്ഞ കുറേ കാലമായി നേരിട്ടുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വലിയൊരു മാറ്റത്തിൻ്റെ വർഷമാണ് 2026. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന കണ്ടകശനി ദോഷം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാനും മാനസികമായി കൂടുതൽ സമാധാനം ലഭിക്കുവാനും കാരണമാകും. ഏതാണ്ട് 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് അഥവാ 9ാം ഭാവത്തിലേക്ക് കടന്നു വരുന്നത്. അത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലുമാണ്. പൂർണ്ണ ഫലത്തോടുകൂടി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹവുമായിട്ടാണ് ഭാഗ്യ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണിത്. 2026 ജൂൺ 2ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ദൃശ്യമാകാൻ സാധിക്കും. സാമ്പത്തികമായി നില മെച്ചപ്പെടുകയും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരുവാൻ ഈ സമയം കാരണമാകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രത്യേക സ്നേഹവും വിശ്വാസവും നേടിയെടുക്കുവാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഴിവുകളെ അവർ തിരിച്ചറിയുകയും തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇടയ്ക്ക് ചില ചെറിയ തടസ്സങ്ങൾ ഗ്രഹനിലയിലുള്ള ചില മാറ്റങ്ങൾ മൂലം ഉണ്ടായേക്കാം. എങ്കിലും വിജയിക്കണമെന്ന നിങ്ങളുടെ ശക്തമായ ആഗ്രഹവും ലക്ഷ്യബോധവും ഈ തടസ്സങ്ങളെ മറികടക്കുവാൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും.
മുന്നോട്ട് കുതിക്കുവാനുള്ള നിങ്ങളുടെ താൽപ്പര്യം നിങ്ങളെ ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരും. ചുരുക്കത്തിൽ 12 വർഷത്തിനു ശേഷം വരുന്ന ഈ സുവർണ അവസരം വൃശ്ചികം രാശിക്കാർക്ക് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം സമ്മാനിക്കുന്നതാണ്. 2026 ധനുരാശിക്കാർക്ക് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. 2026 നിങ്ങൾക്ക് കണ്ടകശനി ദോഷം നിലനിൽപ്പുണ്ട്. സാധാരണഗതിയിൽ ഇത് തടസ്സങ്ങൾ ഉണ്ടാക്കാമെങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം ഇതിനെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും. രാഹു നിങ്ങളെ അതീവ ബുദ്ധിശാലിയും കാര്യങ്ങൾ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവരുമാക്കി തീർക്കും. പ്രതിസന്ധികളെ എങ്ങനെ ബുദ്ധിപരമായി നേരിടണമെന്ന് നിങ്ങൾ ഈ കാലയളവിൽ പഠിക്കും. കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഉപരി സ്മാർട്ടായി വർക്ക് അഥവാ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഫലം എങ്ങനെ നേടിയെടുക്കാം എന്നതായിരിക്കും നിങ്ങളുടെ ചിന്താഗതി. വെറുതെ കഷ്ടപ്പെടുന്നതിന് പകരം സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ പുതിയ ഐഡിയകളോ ഉപയോഗിച്ച് ജോലി എളുപ്പമാക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഈ രീതി നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സെപ്റ്റംബർ മാസം കഴിയുന്നതോടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ നേട്ടങ്ങൾ പ്രകടമായി തുടങ്ങും. അപ്രതീക്ഷിതമായ അംഗീകാരങ്ങളോ പുതിയ പ്രോജക്റ്റുകളോ ഈ സമയം നിങ്ങളെ തേടിയെത്തും. ഒക്ടോബർ 31 ശേഷം നിങ്ങളുടെ ജോലിയിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു വഴിത്തിരിവ് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ജോലി മാറുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുകയോ ചെയ്തെന്നും വരാം. വർഷത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്ക് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം സമ്മാനിക്കും. ചുരുക്കത്തിൽ കഠിനാധ്വാനത്തോടൊപ്പം ബുദ്ധിയും തന്ത്രവും പ്രയോഗിക്കുന്നത് വഴി 2026 ധനുരാശിക്കാർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. മകരം രാശിക്കാർക്ക് വളരെ കാലമായി നിലനിന്നിരുന്ന മാനസികവും ശാരീരികവും ബുദ്ധിമുട്ടുകളിൽ മോചനം ലഭിക്കുന്ന ഒരു വർഷമാണ് 2026. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം അവരുടെ 7.5 ശനി കാലഘട്ടം അവസാനിച്ചു എന്നതാണ്. കഴിഞ്ഞ കുറേ വർഷമായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും ഇതോടെ അന്ത്യമാകും. ജീവിതം പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ ഈ മാറ്റം നിങ്ങളെ സഹായിക്കും. ശനിദോഷം മാറിയെങ്കിലും അതിൻ്റെ ഫലമായി ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാവാം. ഇത്തരം മോശം ചിന്തകളെയും പേടിയെയും പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പോസിറ്റീവായി എപ്പോഴും ചിന്തിക്കുക വഴി വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. 2026 മെയ് മാസത്തിനു ശേഷം വ്യാഴത്തിൻ്റെ പ്രത്യേകം അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബിസിനസ്സിലെയോ ജോലിയെയോ വലിയ സാമ്പത്തിക ലാഭം കൊണ്ടുവരും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതിനും ഈ ഗ്രഹനില കാരണമാകും. ഈ വർഷം നിങ്ങൾ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്നതാണ്. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ നേടിയെടുക്കും. ചുരുക്കത്തിൽ മകരം രാശിക്കാർക്ക് അവരുടെ കഠിനകാലം അവസാനിച്ചുവെന്നും പുതിയൊരു പ്രഭാതം കരിയറിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകുമെന്നും 2026 ഉറപ്പു നൽകുന്നു. കുംഭം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണഘട്ടം അവസാനിക്കുന്ന വർഷമാണ് 2026. കുംഭം രാശിക്കാർ ഇപ്പോൾ 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിട്ട പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ജീവിതത്തെക്കുറിച്ച് വലിയ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അനാവശ്യമായ ചിന്തകൾ, ഭയം, കാര്യങ്ങളെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന സ്വഭാവം എന്നിവ നിങ്ങളെ അലട്ടുവാൻ സാധ്യത ഏറെയാണ്. ഇത്തരം നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
മനസ്സ് ശാന്തമാക്കിയാൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ 2026 മേടമാസത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിനോ ബിസിനസ് വിപുലീകരിക്കുന്നതിനോ ഈ സമയം അനുയോജ്യമാണ്. സാമ്പത്തികമായ ഉയർച്ചയും ഈ കാലയളവിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ കരിയറിലെ വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കാനും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷമയോടെ സാഹചര്യങ്ങളെ നേരിടാൻ ജോലിയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ചുരുക്കത്തിൽ കുംഭം രാശിക്കാർക്ക് തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സംയമനത്തോടെ പ്രവർത്തിച്ചാൽ 2026 കരിയറിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഗ്രഹനില അനുകൂലമാണെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പോസിറ്റീവായ ചിന്താഗതിയും വിജയത്തിന് അത്യന്താപേക്ഷികം തന്നെയാണ്. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ അറിവ് പകർന്നു നൽകുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.